നസറായനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവമക്കളായി വിശുദ്ധന്മാരായി ശുശ്രൂഷകന്മാരായി ശ്രോതാക്കളായ സകലർക്കും വന്ദനവും. ഈ ശുശ്രൂഷയിൽ സഹകരിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുവാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളതുകൊണ്ട് നിങ്ങളോട് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സുവിശേഷകൻ കുരുവിള വർഗീസ് എന്നാണ്. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ജനസിസ്, വെളിപ്പാട് പുസ്തകം വരെ, റെവലേഷൻ, വിസ്തൃതമായി 66 പുസ്തകങ്ങളിലും കിടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിന് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ആശ്വാസവും സന്തോഷവും അനുഗ്രഹവും പ്രത്യാശയും നൽകുന്ന ഒരു വാക്യമാണല്ലോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർക്കും സ്വന്തം ജനവുമാകുന്നു എന്നുള്ളത്. ഇവിടെ നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന അതിശയവാക്യമാണ് നാം കാണുന്നത്. അതിൽ ദൃശ്യമായ ആലയം, ദൃശ്യരായ പൗരോഹിത്യവർഗം, അതിൽ നിന്ന് നമ്മൾ അദൃശ്യമായ ആലയം, അദൃശ്യമായ പൗരോഹിത്യവർഗം, രാജകീയ പൗരോഹിത്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം പഠിക്കുന്നത്. അതിൽ ദൃശ്യമായ ആരാധന സ്ഥലം ഇസ്രായേൽ ജനങ്ങൾക്ക് മരുഭൂമിയിൽ വെച്ച് മോശെ ഉണ്ടാക്കി കൊടുത്തതായി സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് നാം പഠിച്ചത്. 40 വർഷം അവർ മരുഭൂമിയിൽ പാർത്തു. അതിൽ 2 വർഷം കൊണ്ടാണ് ആലയത്തിൻ്റെ പണി തീർത്തത്, സമാഗമന കൂടാരത്തിൻ്റെ പണി തീർത്തത്. ഈ 40 വർഷങ്ങൾ കൊണ്ട് 43 സ്ഥലങ്ങളിൽ കൂടാരം മാറി മാറി അടിച്ചു. എന്നിട്ടാണ് അവർ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചത്. അങ്ങനെ അവർ 43 കൂടാരങ്ങൾ അടിച്ച് 40 സംവത്സരങ്ങൾ മരുഭൂമിയിൽ പാർക്കുവാൻ ഇടവന്നതിൻ്റെ പിന്നിൽ അവർ കാണിച്ച അവിശ്വാസത്തിൻ്റെ ശിക്ഷയുടെ ഫലമാകുന്നു എന്ന് സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി മോശെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ, ദൈവസഭയിലെ വിശ്വാസികൾ നാം ആരാകുന്നു? സാധാരണക്കാരല്ല. പഴയ നിയമത്തിൽ രാജാവിന് പൗരോഹിത്യ ശുശ്രൂഷയും പുരോഹിതന് രാജകീയ ശുശ്രൂഷയും ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു. അത് തമ്മിൽ 2 പ്രത്യേക ശുശ്രൂഷകളായിരുന്നു. എന്നാൽ നമുക്കാകട്ടെ അത് ഒന്നിച്ച് ചെയ്യുവാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാൻ മുഖാന്തരമായിരിക്കുന്ന സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ അലതല്ലേണ്ടത്. അതുകൊണ്ട് തുടരുകയാണ് സമാഗമന കൂടാരവും യാത്രകളും പ്രയാണങ്ങൾ അഥവാ പുറപ്പാട്. 40-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ അത് മനസ്സിലാകും. ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിൻ്റെ വേലയ്ക്ക് മോശെ കഴിഞ്ഞാൽ പ്രധാന മേൽനോട്ടം വഹിച്ചത് യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലും അവൻ്റെ സഹായി ആയിരുന്ന ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹലിയോബും ആയിരുന്നു. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലെത്തി 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ആരാധനാലയത്തിൻ്റെയും തിരുനിവാസത്തിൻ്റെയും പണി പൂർത്തീകരിച്ച് അതിനെ നിവർത്തിച്ച് ചുവടുറപ്പിച്ച് പലക നിർത്തി അന്താഴം ചെലുത്തി തൂണ്ണാട്ടി. എത്ര അതിമനോഹരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ 2 പേരും കൂടെ ചെയ്തത്. അതിന് മേൽനോട്ടം വഹിച്ചത് മോശെ എന്ന ദൈവത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ ദൈവ മനുഷ്യനും. അനന്തരം കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം അതതിൻ്റെ സ്ഥാനത്തു കൊണ്ടുവച്ചു അതിനെ നിർത്തി. ആലയത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ സമാപിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം
17 മുതൽ 33 അപ്പോൾ അവിടെ പ്രവൃത്തി സമാപിപ്പിച്ച് ആലയത്തിൻ്റെ ഉപകരണങ്ങൾ എല്ലായിടത്തും വെച്ച് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം തലമുടി നാരിഴ പോലും കൂട്ടാതെയും കുറയ്ക്കാത്തതെയും ഒരു വസ്തുവും കൂട്ടാതെയും കുറയ്ക്കാതെയും അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പ്രവൃത്തി തികച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. പുറപ്പാട് പുസ്തകം 40-34 പലരും പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റി ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ല? എന്നെ കേൾക്കുന്നവരൊരു കാര്യം ഗ്രഹിക്കണം. ഈ സമാഗമന കൂടാരത്തിൻ്റെ ആലയത്തിനാവശ്യമായ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവച്ചതുകൊണ്ട് ദൈവതേജസ് അവിടെ ഇറങ്ങി വന്നില്ല. പണിയുവാനായി 2 പേര് വന്നതുകൊണ്ടോ മോശെ ആലോചന പറഞ്ഞു കൊടുത്തതുകൊണ്ടോ അതിൻ്റെ രേഖാചിത്രം വരച്ച് കാണിച്ചതുകൊണ്ടോ ആ ദൈവം തൻ്റെ തേജസ് അവിടെ അയച്ചില്ല. ആ ഉപകരണങ്ങളെല്ലാം തടി കൊണ്ടുള്ള തടിയും താമ്രം കൊണ്ടുള്ള താമ്രവും പൊന്നിൻ്റെ പണിക്ക് പൊന്നും വെള്ളിയുടെ പണിക്ക് വെള്ളിയും എല്ലാം ചെയ്തപ്പോഴും ഓരോരോ ഭാഗങ്ങൾ അവിടെയും ഇവിടെയും കിടന്നപ്പോഴും ദൈവ തേജസ് സമാഗമന കൂടാരത്തെ മൂടിയില്ല, അല്ലെങ്കിൽ ഓരോ ഐറ്റംസിൻ്റെയും മേൽ വന്നില്ല. പിന്നെ എപ്പോഴാണ് വന്നത്? അവരുടെ പ്രവൃത്തി സമാപിപ്പിച്ച് വെക്കേണ്ടതിനെ വെച്ചു പണി 100% പൂർത്തീകരിച്ചപ്പോഴാണ് തേജസ് ഇറങ്ങി വന്നത്. എങ്കിൽ കർത്താവ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. സഭയുടെ പണി പൂർത്തിയായിട്ടില്ല. സഭ പൂർത്തിയായി കഴിയുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് 9-ാമത്തെ അധ്യായത്തിൽ അവരുടെ പൂർവ്വകാലത്തെയും 10-ാം അധ്യായത്തിൽ ഇന്നത്തെ അവരുടെ വർത്തമാനകാലത്തെയും 11-ാമത്തെ അധ്യായത്തിൽ അവർക്ക് സംഭവിപ്പാൻ പോകുന്ന ഭാവി കാലത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ ജനത്തെ ദൈവം സദാകാലം തള്ളിക്കളഞ്ഞുവോ? ഇല്ല. ദൈവം അവരോട് വീണ്ടും ഇടപെടും. തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം സ്വീകരിച്ച ജാതികളുടെ പൂർണ്ണസംഖ്യ അഥവാ സഭയുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അപ്പോൾ കർത്താവ് സഭയെ എടുത്തുകൊള്ളാത്തതിൻ്റെ കാരണം ഇതിൽ ചേരേണ്ട വ്യക്തികളുടെ പൂർണ്ണസംഖ്യ ചേർന്നിട്ടില്ല. സഭയെന്ന ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ആ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ തേജസ് വന്നതുപോലെ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും എന്നുള്ള നഗ്ന സത്യം ദൈവമക്കൾ അറിഞ്ഞുകൊള്ളണം. യഹോവയുടെ തേജസ് തിരുനിവാസത്തിൽ നിറയ്ക്കുകയും മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും ചെയ്തിരുന്നതിന് കാരണം മോശയ്ക്ക് കൂടാരത്തിൻ്റെ അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ തേജസ് അതിനകത്ത് നിറഞ്ഞിരുന്നതിൻ്റെ കാരണത്താൽ മോശയ്ക്ക് പോലും ആലയത്തിൻ്റെ അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാതെ വാഗ്ദത്തദേശത്തേക്കുള്ള യാത്രയിലായിരുന്നുവല്ലോ. അവർ തുടർമാനമായി യാത്ര ചെയ്തിരുന്നു എങ്കിൽ ഏകദേശം 613 കിലോമീറ്റർ, ഒരു ദിവസം ശരാശരി 15 കിലോമീറ്റർ വീതം യാത്ര ചെയ്താൽ 40 ദിവസങ്ങൾ കൊണ്ട് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാമായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ തുടർമാനമായി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ തുനിഞ്ഞിരുന്നുവെങ്കിൽ മിസ്രൈമിൽ നിന്നും 613 കിലോമീറ്റർ ദൂരമുള്ള വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തിയിൽ ഒരു ദിവസം 15 കിലോമീറ്റർ വീതം യാത്ര ചെയ്താൽ 40 ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരാമായിരുന്നു. അവർ യാത്രാമധ്യേ ആസോരിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങിയപ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം, യഹോവയാം ദൈവത്തിൻ്റെ ആജ്ഞാനുസരണം അതത് ഗോത്രങ്ങളിൽ നിന്നും ഓരോ ആളെ തിരഞ്ഞെടുത്ത് വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാൻ അയക്കുകയും അവർ 12 പേർ വാഗ്ദത്ത ദേശം 40 ദിവസം ഒറ്റുനോക്കി ദേശമായി കയറി ഇറങ്ങി അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നത് സദ്വർത്തമാനമല്ലായിരുന്നു, ദുർവർത്തമാനം ആയിരുന്നു. അതുനിമിത്തം ഇസ്രായേൽ സഭ മുഴുവനും ഉറക്ക നിലവിളിക്കുകയും
രാത്രി മുഴുവനും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുക്കുകയും ചെയ്തതിൻ്റെ പരിണതഫലമായി ഉണ്ടായ ശിക്ഷയായി കരയുകയും പിറുപിറുക്കുകയും ചെയ്ത ജനവും ഒറ്റുനോക്കുവാൻ പോയവരിൽ യോശുവയും കാലേബും ഒഴികെ അവർ മുഴുവനും 20 വയസ്സിന് മുകളിലോട്ട് എണ്ണപ്പെട്ട സകലരും മരിച്ചു പോകുന്നതുവരെ ഒറ്റുനോക്കുവാനെടുത്ത 40 ദിവസങ്ങൾക്കൊത്തവണ്ണം ഒരു ദിവസം 1 വർഷം എന്ന തോതിൽ അവർക്ക് ദൈവം ശിക്ഷ വിധിക്കുകയും മരുഭൂമിയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക എന്ന ശിക്ഷ വിധിച്ചു. സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായം 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇവർ അനുഭവിച്ച 40 വർഷ സംവത്സരത്തിൻ്റെ ശിക്ഷയും അവരുടെ പ്രത്യേകതയും അവർ വഹിച്ച പാതിവൃത്യത്തിൻ്റെ ദിവസങ്ങളും 40 സംവത്സരങ്ങൾ ആയിരുന്നുവല്ലോ. അത് മുഴുവനും ആ കരഞ്ഞവർ മുഴുവനും മുടിഞ്ഞു പോകും വരെ അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മുകളിൽ കണ്ട 40 സംവത്സരങ്ങൾ പല സ്ഥലങ്ങളിലായി അവർ പാളയമിറങ്ങിയ ഇടങ്ങളിൽ എല്ലാം അവരുടെ പാളയത്തിൻ്റെ നടുവിൽ സമാഗമന കൂടാരവും തിരുനിവാസവും പാളയം അടിച്ചിരുന്നു. 40 സംവത്സരങ്ങൾ 38 സംവത്സരങ്ങൾ കൊണ്ട് താമസിച്ച 43 സ്ഥലങ്ങളുടെ പേരും വിവരവും വളരെ വ്യക്തമായി സംഖ്യാപുസ്തകം 33-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 48-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നുണ്ട്. അവസാനമായി 43-ാമത്തെ പാളയം ബേത് യെശീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ അവർ പാളയം വിസ്തൃതമായി അടിച്ചു. ഈ അവസാന പാളയം 33-ാം അധ്യായം 49-ാം വാക്യം മോശയുടെ അനുഗ്രഹം ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ വെച്ച് ഇവിടെ എത്തിയ ശേഷം മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്കായുടെ കൊടുമുടിയുടെ മുകളിൽ തനിയെ പ്രവേശിച്ച് കയറി ചെന്ന് വാഗ്ദത്ത ദേശം മുഴുവൻ ദർശിച്ച ശേഷം, നോക്കണം, വയസ്സ് 120, മലയുടെ മുകളിൽ കയറിപ്പോകുവാൻ തൻ്റെ പാദങ്ങൾക്ക് ക്ഷീണമില്ല. താൻ തനിയെ കയറിപ്പോയി. അംഗരക്ഷകനായ യോശുവയോ അല്ലെങ്കിൽ സഹായിയായി വേറെ ആരുമേയില്ല. എന്നിട്ട് നോക്കണം, അവിടെ നിന്ന് ചുറ്റുപാടും താൻ നോക്കി വാഗ്ദത്ത ദേശം മുഴുവൻ ഏകദേശം 140 കിലോമീറ്റർ നീളവും 60 കിലോമീറ്റർ വീതിയുമുള്ള വാഗ്ദത്ത ദേശം മുഴുവൻ വ്യക്തമായി കണ്ടു. അത് ദർശിച്ച ശേഷം അവിടെ വെച്ച് അവൻ മരിച്ചു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അവനെ മോവാബ് ദേശത്ത് വെച്ച് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. ആവർത്തന പുസ്തകം 34-6. ഇതുവരെ അവർ പാളയം അടിച്ചിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം യഹോവയുടെ നിവാസം ആയിരുന്ന പെട്ടകം, അതിൻ്റെ കൂടാരങ്ങൾ, തൻ്റെ ജനമാകുന്ന ഇസ്രായേലിനോട് കൂടെ 43 സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അടുത്ത് യോർദാൻ നദി കടന്ന് വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം ഈ സമാഗമന കൂടാരം സ്ഥിരമായി എങ്ങും താമസിച്ചില്ല. സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം ഇത് സഞ്ചരിച്ചത് 14 സ്ഥലങ്ങളിലാണ്. 14. മരുഭൂമിയിൽ 43. വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം വിവിധ കാലഘട്ടങ്ങളിലായി ശലോമോൻ ആലയം പണിത് യഹോവയാം ദൈവത്തിൻ്റെ പെട്ടകം അതിൽ കൊണ്ടുവയ്ക്കുന്നിടം വരെ പാളയം പല ഭാഗങ്ങളിൽ മാറ്റിയടിച്ചത് 14 സ്ഥലങ്ങളിലാണ്. ആ ഭാഗം കൂടെ ഏതൊക്കെയാണെന്ന് മുറയനുസരിച്ച്, ഓർഡർ അനുസരിച്ച് ചിന്തിക്കാം. യോർദാൻ കടന്ന ശേഷം ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 18. യഹോവയുടെ പെട്ടകം ഗിൽഗാലിൽ. യെരിഹോ പട്ടണ മതിൽ ഇടിച്ച ശേഷം 13 തവണ പ്രദക്ഷിണം ചെയ്തപ്പോൾ അത് പുരോഹിതന്മാരുടെ തോളിൽ 13 തവണയും
ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 3, 14, 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് യഹോവയുടെ പെട്ടകം എബ്ബാൽ പർവ്വതത്തിൽ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എബ്ബാൽ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. തീർന്നില്ല. 4-ാമത് യഹോവയാം ദൈവത്തിൻ്റെ പെട്ടകം ശീലോവിൽ. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും 19-ാം അധ്യായം 51-ാമത്തെ വാക്യവും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിന് ആധാരമായ തെളിവുകൾ പിന്നെയും കിടപ്പുണ്ട്. ശീലോവിൽ ഏലിയുടെ 2 പുത്രന്മാർ അതിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 3 ശമൂവേലും ആലയത്തിൻ്റെ മന്ദിരത്തിൽ താമസിച്ചിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ഏലിയുടെ 2 മക്കളുടെ അനാത്മീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ദൈവ തേജസ് അവരുടെ നടുവിൽ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാതെ ദൈവം അവരെ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായി ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ 5-ാമത്തെ ഭാഗം ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അത് ഫെലിസ്ത്യ ദേശത്തിൽ എബൻ എസേരിൽ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 6-ാമത് പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്തത് 7-ാമത് പെട്ടകം അസ്തോദിൽ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. 8-ാമത് പെട്ടകം ഗത്തിൽ. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ. ഇതെല്ലാം ഇങ്ങനെ പെട്ടകം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം ഫെലിസ്ത്യ ദേശത്ത് യഹോവയുടെ പെട്ടകം ഇരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത് ശ്രദ്ധിക്കുക, പെട്ടകം ബേത് ഷെമേശിൽ. നമുക്കറിയാം, കാളവണ്ടിയിൽ കൊണ്ടുവരപ്പെട്ട പെട്ടകം കൊയ്ത്തുകാലമാകയാൽ ബേത് ഷെമേശർ അതിനെ കണ്ടു, ഒരു പാറമേൽ വെച്ചു. ദൈവത്തിന് ക്രോധം അവരുടെ മേലുണ്ടായി, അവിടെ ശാപവും ശിക്ഷയും ഉണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് 10 കിര്യത്ത് യയാരീമിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 21 മുതൽ 7-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. 20 സംവത്സരം. 11-ാമത് പെട്ടകം ദാവീദിൻ്റെ കാലത്ത് ഒബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസം. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. 12-ാമത് പെട്ടകം ദാവീദ് തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഉണ്ടാക്കി കൂടാരത്തിൽ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ഉം 11-ാം അധ്യായം 11-ാമത്തെ വാക്യവും. പെട്ടകം 13-ാമത്തെ ഭാഗത്ത് ദാവീദിനോടുകൂടെ ശമൂവേൽ 2-ാം പുസ്തകം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മകനാകുന്ന അബ്ശാലൂമിനെ ഭയന്നു പോയപ്പോൾ പുരോഹിതന്മാർ അതും എടുത്തുകൊണ്ട് തൻ്റെ പുറകെ പോയി താനത് തിരിച്ച് കൊണ്ടുപോകുവാൻ പറഞ്ഞു. 14-ാമത്തെ ഭാഗം പെട്ടകം ശലോമോന്റെ മന്ദിരത്തിൽ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും. രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും പെട്ടകം അവിടെ കൊണ്ടുവച്ചു. കൽപ്പലക മാത്രം, മറ്റ് വിശേഷ വസ്തുക്കൾ അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൽപ്പലകൾ മാത്രം അതിൽ, ബാക്കി ഭാഗങ്ങൾ എന്തുകൊണ്ടില്ലാതെ പോയി? കർത്താവെ, തിരുവചനം പഠിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിപ്പാനും അടിയങ്ങൾക്ക് കൃപയും ശക്തിയും ആരോഗ്യവും ബലവും ആത്മീയ കാഴ്ചയും തന്ന് നടത്തിക്കൊള്ളും. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.